കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ യേശു സമരിയായ്ക്കും ഗലീലയ്ക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു. അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടു. അവർ സ്വരമുയർത്തി, യേശുവേ, ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചു. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. പോകും വഴി അവർ സുഖം പ്രാപിച്ചു. അവരിലൊരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. അവൻ യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. അവൻ ഒരു സമരിയാക്കാരനായിരുന്നു. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്? ബാക്കി 9 പേർ എവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? അനന്തരം യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശാലത്തിലെ സ്നേഹമുള്ളവരെ, ആണ്ടുവട്ടത്തിലെ 28ാം ഞായറാഴ്ചയിലേക്കാണ് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുന്നത്. ഇന്ന് ദിവസം നമ്മുടെ വിചിന്തനത്തിനായിട്ട് തിരുസഭാ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം ലൂക്കാന്റെ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളാണ്. യേശുനാഥൻ 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഈ 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്നത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായും ഇന്നത്തെ 1ാമത്തെ വായനയുടെ പശ്ചാത്തലത്തിൽ ഇതിനെ വിലയിരുത്തണം. ഇന്നത്തെ 1ാമത്തെ വായന രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇതിലെ 5-ാം അധ്യായം 1 മുതൽ നമ്മൾ വായിക്കുകയാണെങ്കിലാണ് ഇത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. സിറിയ രാജാവിൻ്റെ സർവ്വസൈന്യാധിപനായിരുന്നു നാമാൻ എന്ന വ്യക്തി. അദ്ദേഹത്തിന് കുഷ്ഠരോഗം ബാധിച്ചപ്പോൾ തൻ്റെ ഭാര്യയുടെ വൃത്തിയായിട്ട് കൂട്ടിക്കൊണ്ടുപോയ ഒരു തടവുകാരിൽ നിന്ന്, അല്ലെങ്കിൽ അടിമ പെണ്ണിൽ നിന്നാണ് ഇസ്രായേൽ അത്ഭുതകൃത്യങ്ങൾ ചെയ്യുന്ന പ്രവാചകന്മാരുണ്ട് എന്ന് അവൻ തിരിച്ചറിയുന്നത്. അങ്ങനെ കേട്ടപ്പോൾ അതിൽ ആകർഷണനായി ഈ നാമാൻ തനിക്ക് ഇസ്രായേലിലെ പ്രവാചകന്മാരെ കാണുവാനും സുഖം പ്രാപിക്കുവാനും ആഗ്രഹമുണ്ടെന്ന് സിറിയ രാജാവിനെ അറിയിക്കുകയാണ്. അങ്ങനെ രാജാവ് അവിടുത്തെ ഇസ്രായേലിൻ്റെ രാജാവിന് ഒരു കത്ത് നൽകുകയാണ്, നാമാനെ സുഖപ്പെടുത്തണമെന്ന്. അപ്പോൾ ഈ നാമാനെ സുഖപ്പെടുത്തണമെന്നുള്ള ആ കത്ത് കിട്ടുമ്പോൾ ഇസ്രായേലിൻ്റെ രാജാവ് പറയുന്ന ഒരു വാക്കുണ്ട്, ജീവൻ കൊടുക്കാനും എടുക്കാനും ഞാൻ ദൈവമാണോ? അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ജീവൻ കൊടുക്കാനും എടുക്കാനും ഞാൻ ദൈവമാണ്. ഇതുവഴി എന്നിൽ എന്തെങ്കിലും ആരോപണം ഉന്നയിച്ച് യുദ്ധം ചെയ്യുവാൻ വേണ്ടിയല്ലേ സിറിയ രാജാവ് ശ്രമിക്കുന്നത്? കാരണം ഇസ്രായേലും സിറിയയും തമ്മിൽ ശത്രു രാജ്യങ്ങളാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ശത്രുതയിൽ കഴിഞ്ഞിരുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടപ്പോൾ ഇസ്രായേൽ രാജാവിന് ഒത്തിരിയേറെ ദേഷ്യമാണ് കടന്നു വന്നത്. കാരണം ഒരാൾക്ക് ജീവൻ കൊടുക്കാനും എടുക്കാനുമുള്ള ശക്തി അത് ദൈവത്തിന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ഒരു എഴുത്ത് കൊടുത്തു വിട്ടത് എന്ന് ഇസ്രായേൽ രാജാവ് ചോദിക്കുന്നു. ഇത് കേൾക്കുമ്പോഴാണ് ഏലീശ പ്രവാചകൻ രാജാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത്. നാമാനെ എൻ്റെ പക്കലേക്ക് അയക്കുക, അങ്ങനെ ഇസ്രായേലിൽ ഒരു ദൈവമുണ്ട്, അല്ലെങ്കിൽ പ്രവാചകനുണ്ടെന്ന് അവർ തിരിച്ചറിയട്ടെ, ദൈവത്തിൻ്റെ പ്രവാചകനുണ്ടെന്ന് തിരിച്ചറിയട്ടെ എന്ന് ഏലീശ പറയുകയാണ്. അങ്ങനെ നാമാൻ ഏലീശായെ കാണാൻ ചെല്ലുകയും ഏലീശ നാമാനോട് പറയുന്നതുമാണ് പിന്നീട് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. അവിടെ ഏലീശ നാമാനോട് പറയുന്ന, ജോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യം മുങ്ങുക, അപ്പോൾ നീ സുഖം പ്രാപിക്കുമെന്നാണ്. അപ്പോൾ നാമാനും ഒത്തിരിയേറെ ദേഷ്യമാണ് ഉണ്ടാകുന്നത്. കാരണം ഇതിനേക്കാൾ മഹത്തരമായ നദികൾ സിറിയയിലുണ്ട്, പിന്നെ എന്തിനാണ് ഇസ്രായേലിലെ ഈ ജോർദാൻ നദിയിൽ പോയി ഞാൻ മുങ്ങേണ്ടത്? പക്ഷേ നാമാൻ്റെ ഭൃത്യൻ ഈ പ്രവാചകൻ പറഞ്ഞത് കേൾക്കുവാൻ ഈ നാമാനോട് പറയുകയും നാമാൻ അത് അനുസരിക്കുകയും ചെയ്യുന്ന ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്
ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുവാൻ അധികാരമുള്ളത് ആർക്കാണ്? അത് ദൈവത്തിന് മാത്രമാണ്. ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണ് കുഷ്ഠരോഗി. മറ്റ് രോഗങ്ങൾ പലരും സുഖപ്പെടുത്താറുണ്ട്, പക്ഷേ കുഷ്ഠരോഗം എന്നത് അത് വളരെ നികൃഷ്ടമായൊരു രോഗമാണ്. എല്ലാവരിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ്. പക്ഷേ ഇത് സുഖപ്പെടുത്താൻ ദൈവത്തിന് മാത്രമേ കഴിയൂ, അല്ലെങ്കിൽ ദൈവം അനുവദിക്കുന്ന വ്യക്തിക്ക് മാത്രമേ കഴിയൂ എന്ന് പഴയ നിയമപുസ്തകത്തിൽ തന്നെ അവർക്കൊരു വിശ്വാസമുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കുമ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുക 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്ന യേശുവിനെയാണ്. ഇതിൽ നിന്നും യേശുനാഥൻ ദൈവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പുതിയ നിയമപുസ്തകത്തിൽ ഒത്തിരിയേറെ ഭാഗങ്ങളിൽ യേശുനാഥൻ കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഏലീശ പ്രവാചകനെ എടുത്തു നോക്കുമ്പോഴും ഏലീശ പ്രവാചകനോടും കൂടുതൽ സാമ്യമുള്ള ഒരു വ്യക്തിയാണ് യേശു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഏലീശ പ്രവാചകൻ ഏലിയ പ്രവാചകൻ്റെ പിൻഗാമിയാണ്. ഏലിയ സ്വർഗത്തിലേക്ക് അഗ്നിയാൽ നിറഞ്ഞ ഒരു രഥത്തിലാണ് സംഭവിക്കപ്പെടുന്നത്. അങ്ങനെ എടുക്കപ്പെടുന്ന വേളയിൽ തൻ്റെ പിൻഗാമിയായി ഏലീശായ്ക്ക് കൊടുക്കുന്ന അനുഗ്രഹം തന്നേക്കാൾ ഇരട്ടി അരൂപി അവനുണ്ടായിരിക്കുമെന്നാണ്. തനിക്ക് എത്രമാത്രമാണ് ആത്മാവുള്ളത്, അതിനേക്കാൾ ഇരട്ടി ആത്മാവിൻ്റെ അഭിഷേകം തൻ്റെ പിൻഗാമിയായ ഏലീശായ്ക്ക് നൽകിക്കൊണ്ടാണ് ഏലിയ സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ടത്. അങ്ങനെ ഏലീശായുമായിട്ട് യേശുവിന് ബന്ധമുണ്ടെന്ന് പറയുവാൻ സാധിക്കുക. സ്നാപക യോഹന്നാൻ ഏലിയ പ്രവാചകനാ പുനരുത്ഥാനമാണെന്നാണ് വിശ്വസിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഏലിയായേക്കാളും ഇരട്ടി ആത്മാവിൻ്റെ അഭിഷേകമുള്ള വ്യക്തിയാണ് ഏലീശ. അപ്പോൾ ഏലീശയുടെ സ്ഥാനത്ത് യേശുവിനെ കാണുമ്പോൾ സ്നാപക യോഹന്നാനേക്കാൾ ഇരട്ടി അഭിഷേകത്തോടെ ദൈവപുത്രനായിട്ട് തന്നെ കടന്നു വന്ന വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഈ നാമാനും ഏലീശ പ്രവാചകനിൽ നിന്ന് ഈ അത്ഭുതം സ്വീകരിച്ചതിന് ശേഷം ഏലീശ പ്രവാചകനെ കണ്ട് നന്ദി അർപ്പിക്കുവാൻ വേണ്ടി കടന്നു ചെല്ലുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ മഹത്വം ഇതിലൂടെ കുറഞ്ഞു പോകുവാൻ താൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നിന്റെ നന്ദി ഞാൻ ഒരിക്കലും സ്വീകരിക്കില്ല എന്ന് ഏലീശ പറയുന്നതാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ കണ്ടത്. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് മറ്റ് അത്ഭുത കൃത്യങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ്. യേശുനാഥൻ ഒന്നുകിൽ എന്തെങ്കിലും ഒരു വാക്ക് ഉച്ചരിച്ചുകൊണ്ട് അവരെ സുഖപ്പെടുത്തുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവർത്തികൾ ചെയ്തുകൊണ്ട് അവരെ സുഖപ്പെടുത്തുകയാണ് പതിവ്. പക്ഷേ ഇന്നത്തെ സുവിശേഷത്തിൽ അങ്ങനെ ഒരു കാര്യം നമുക്ക് കാണുവാൻ സാധിക്കില്ല. യേശുവെ ഗുരു ഞങ്ങൾ കനിയണമേ എന്ന് അവർ വിളിച്ച് കരഞ്ഞ് അപേക്ഷിച്ചപ്പോൾ യേശു എന്താണ് ചെയ്യുന്നത്? നിങ്ങളെ തന്നെ പോയി പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുക, നിങ്ങൾ സുഖം പ്രാപിക്കട്ടെ, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്നൊന്നും യേശുനാഥൻ അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കില്ല. പക്ഷേ അവിടെ ഈ 10 കുഷ്ഠരോഗികൾക്കും പൂർണ്ണമായി വിശ്വാസമുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. യേശുനാഥൻ പറഞ്ഞ വാക്ക് കേട്ടുകൊണ്ട് അവർ തിരികെ തങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി പോവുകയാണ്. അവിടെ നിനക്ക് സുഖം പ്രാപിക്കട്ടെ, നിന്റെ കുഷ്ഠരോഗം കർത്താവ് എടുത്തു മാറ്റട്ടെ, അങ്ങനെയൊന്നും യേശുനാഥൻ പറയുന്നില്ല. പക്ഷേ യേശുവിൻ്റെ വാക്ക് കൃത്യമായിട്ട് അനുസരിച്ചുകൊണ്ട് ഈ 10 കുഷ്ഠരോഗികളും തിരികെ പോകുന്നത് തന്നെ അവരുടെ വിശ്വാസം എത്രമാത്രം വലുതായിരുന്നു എന്ന് കാണിക്കുന്നു. എന്നാൽ ഈ വിശ്വാസം രക്ഷയുടെ തലത്തിലേക്ക് ഉയർന്നത് ഒരാൾക്ക് മാത്രമാണ്. ഇവർ പോകുന്ന വഴിയിൽ തന്നെ താൻ സുഖം പ്രാപിച്ചിരിക്കുന്നു, തൻ്റെ കുഷ്ഠരോഗം തന്നിൽ നിന്ന് പൂർണ്ണമായി എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ ആ കുഷ്ഠരോഗി ഉടനെ തന്നെ എന്താണ് ചെയ്യുന്നത്? കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് അവനോട് നന്ദി അർപ്പിക്കുകയാണ്. കർത്താവേ, നീ നൽകിയ അത്ഭുത കൃത്യങ്ങൾക്ക് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവന് സാഷ്ടാംഗം പ്രണമിക്കുന്ന ആ വേളയിൽ യേശുനാഥൻ തന്നെ ചോദിക്കുന്നത് 10 പേരല്ലേ സുഖം പ്രാപിച്ചത്, ബാക്കി 9 പേർ എവിടെ? പ്രിയമുള്ളവരെ, അവർക്കെല്ലാം ഈ 10 കുഷ്ഠരോഗികൾക്കും വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ അവരുടെ വിശ്വാസം രക്ഷയിലേക്ക് കടന്നു വന്നത് ഒരേ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമാണ്. ആ വ്യക്തി കർത്താവിൻ്റെ സന്നിധിയിൽ തനിക്ക് ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞപ്പോഴാണ് അവൻ്റെ വിശ്വാസം അവൻ്റെ രക്ഷയിലേക്ക് നയിച്ചത്. യേശുനാഥൻ പറയുന്നുണ്ട്, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അത് അവൻ സ്വീകരിച്ച അനുഗ്രഹം അതിൻ്റെ പൂർണ്ണതയിൽ അവന് ലഭിച്ചത് എപ്പോഴാണ്? അവൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് കർത്താവിൻ്റെ മുമ്പിൽ നന്ദി അർപ്പിച്ചപ്പോഴാണ്.
പ്രിയമുള്ളവരെ, ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്? നമ്മൾ ഈ 9 കുഷ്ഠരോഗികൾ, സുഖം പ്രാപിച്ച കുഷ്ഠരോഗികളുടെ സ്ഥാനത്താണോ, അതോ തിരികെ ചെന്ന് കർത്താവിന് നന്ദി പറഞ്ഞ ആ കുഷ്ഠരോഗിയുടെ സ്ഥാനത്താണോ? തീർച്ചയായും ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ 10 കുഷ്ഠരോഗികളിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുണ്ട്. മറ്റൊരു തലത്തിൽ നമ്മൾ ഈ സുവിശേഷ ഭാഗത്തെ വിലയിരുത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കുക, സമരിയാക്കാരും യഹൂദരും തമ്മിൽ, അല്ലെങ്കിൽ ഇസ്രായേൽ ജനതയും തമ്മിൽ ഒത്തിരിയേറെ അന്തരമുണ്ട്. അവർക്ക് ഒത്തിരിയേറെ ശത്രുത നിലനിന്നിരുന്ന കാര്യമാണ്. പക്ഷേ അവർക്ക് ഈ കുഷ്ഠരോഗം ബാധിച്ചപ്പോൾ അവരിൽ ഈ വേർതിരിവ് നമുക്ക് കാണുവാൻ സാധിക്കില്ല. ഈ 10 പേരും ഒരുമിച്ചാണ് കർത്താവിനെ കാണുമ്പോൾ കർത്താവിനോട് സഹായം അഭ്യർത്ഥിക്കുന്നത്. അപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം കടന്നു വന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥ കടന്നു വന്നപ്പോൾ, അവരെല്ലാം അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് ഒരുമയോടുകൂടെ നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അത് നമ്മൾ നമ്മുടെ നാട്ടിലും കണ്ടിട്ടുള്ളതാണ്. പ്രളയം വന്നപ്പോഴും അല്ലെങ്കിൽ കൊറോണ വന്നപ്പോഴും എപ്രകാരമാണ് നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് നിന്ന് അതിനെതിരെ പോരാടിയത്. ആ സമയത്ത് നമുക്ക് ജാതിയെക്കുറിച്ച് ചിന്തയില്ലായിരുന്നു. നമ്മൾ ക്രിസ്ത്യാനിയാണോ, മുസ്ലിമാണോ, ഹിന്ദുവാണോ എന്ന് ചിന്തിച്ചില്ല. മറിച്ച് ഒരേ നാട്ടിലുള്ള മനുഷ്യർ എന്ന രീതിയിലാണ് നമ്മൾ പ്രവർത്തിച്ചത്. പ്രളയം വന്നപ്പോൾ നമ്മൾ ഒത്തിരിയേറെ വീഡിയോസ് കണ്ടതാണ്. മറ്റ് മതസ്ഥരായ വ്യക്തികൾ ഒത്തിരിയേറെ സ്നേഹത്തോടെ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്നത്, പള്ളികളും മോസ്കുകളും അമ്പലങ്ങളും എല്ലാം അഭയാർത്ഥികൾക്കുള്ള ക്യാമ്പുകളായിട്ട് മാറുന്നത് നമ്മൾ പ്രളയത്തിൻ്റെ സമയത്ത് കണ്ടതാണ്. അപ്പോൾ അവിടെ അങ്ങനെ അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു പ്രശ്നമുണ്ടായപ്പോഴാണ് അതിർവരമ്പുകളെല്ലാം ലംഘിച്ചുകൊണ്ട് മനുഷ്യനായിട്ട് തീർന്നു. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ളൊരു സംഭവം തന്നെയാണ് ഇവിടെയും കാണുന്നത്. യഹൂദരും സമരിയാക്കാരും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലാതിരുന്നപ്പോൾ ഇതുപോലെയുള്ള കുഷ്ഠരോഗം അവരെ ഒരുമിച്ച് ചേർക്കുകയാണ്. ഈ 10 പേരും ഒരുമയോടെ നിന്ന് യേശുവിനെ അകലെ നിന്ന് തന്നെ കണ്ടപ്പോൾ തന്നെ അവർ സ്വരമുയർത്തി, യേശുവേ ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്നപേക്ഷിച്ചു. അവർ ഒരുമയോടെയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ അപേക്ഷിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കടന്നു വരുമ്പോഴല്ല നമ്മൾ ഈ ഒരുമ കൊണ്ടുവരേണ്ടത്. മറിച്ച് അല്ലാതെ തന്നെ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ദൈവമാണ് നമ്മുടെ രക്ഷകൻ, നാഥൻ എന്ന തിരിച്ചറിവിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഒരേ ഹൃദയത്തോടെ ഒരേ മനസ്സോടെ നിലകൊള്ളുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് നല്ലവനായ തമ്പുരാൻ നൽകുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും എപ്പോഴും നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനും അവന് നന്ദി അർപ്പിക്കാനും നമുക്ക് പരിശ്രമിക്കാം. അല്ലാതെ നന്ദി പറയാതെ കടന്നുപോയ ആ 9 പേരെ പോലെ ആകാതെ ആ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ തിരികെ വന്ന ആ വ്യക്തിയെ പോലെ ആകുവാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.